നമസ്കാരം. ഇന്ത്യ ചൈന യുദ്ധം ആരംഭിക്കുന്നു. ചൈനീസ് പട ഇന്ത്യയോട് പെരുമാറിയത് ചെന്നായ്ക്കള പോലെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് ഇന്നത്തെ കഥയല്ല. 1962 അന്ന് നമ്മുടെ രാജ്യത്ത് രണ്ടും കൽപ്പിച്ചെത്തിയ ചൈനീസ് പടകൾ അവർ നമ്മുടെ ഇന്ത്യൻ സൈനികരോട് പെരുമാറിയത് ഒരു കൂട്ടം ചെന്നായ്ക്കളെ പോലെയായിരുന്നു എന്നുള്ളതാണ്. അതൊന്നും നമുക്ക് മറക്കാവുന്ന ഒരു കാര്യവുമല്ല. ഭാരത മണ്ണിന്റെ ഹൃദയത്തിൽ അവർ തൊട്ടിട്ടും എല്ലാം ചങ്കൂറ്റത്തോടെ നേരിട്ട നമ്മുടെ ധീര സൈനികരും വലിയ സംഭാവനയാണ് നമ്മുടെ നാടിനെ കാക്കുന്നതിൽ അവർ എന്നും കാട്ടുന്നത് എന്നുള്ളതാണ്. അത് ശ്ലാഘനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ 1962 ആ സമയത്ത് അന്ന് ഞൊടിയിടയിൽ ഹിമാലയൻ മലനിരകൾ അന്ന് അശാന്തമാകുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ജ്വലിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അന്നത്തെ ഇന്ത്യ ചൈന യുദ്ധം എന്ന് പറയുന്നത്. എന്നാൽ ഇന്നത്തെ പുതുതലമുറയ്ക്ക് അത് എത്രത്തോളം അത് മനസ്സിലാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിലെ വിസ്മരിക്കപ്പെട്ട ഒരു പോരാട്ടത്തെ, റേസാംഗ്ലായിലെ ധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പിനെ ഒരു ബോളിവുഡ് ചിത്രം വീണ്ടും ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നു. 120 ബഹാദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം ലഡാക്കിലെ അതിശൈത്യമുള്ള ഹിമാലയൻ മലനിരകളിലെ റസാംഗ്ല ചുരത്തിൽ ഇന്ത്യൻ സൈനികർ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിന്റെ കഥയാണ് പറയുന്നത്. 1962 ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളെ ചൊല്ലിയുള്ള ബന്ധം വഷളായതിനും തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനും ശേഷമാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. 1959 ടിബറ്റൻ പ്രക്ഷോഭത്തിന് ശേഷം ദലാലൈമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതിലും ബെയ്ജിങ്ങിന് അതിർത്തി ഉണ്ടായിരുന്നു. 1962 ഒക്ടോബർ മാസം 20 ചൈന ഇന്ത്യയെ ആക്രമിച്ചതോടെ ഒരു മാസം നീണ്ടുനിന്ന യുദ്ധം അവിടെ ആരംഭിക്കുകയായിരുന്നു. ഇത് ആത്മരക്ഷാർത്ഥമുള്ള തിരിച്ചടിയാണ് എന്നും ഡൽഹി ചൈനീസ് പ്രദേശത്തേക്ക് കടന്നു കയറുകയും ചൈനീസ് വ്യോമാതിർത്തി ലംഘിക്കുകയും ചെയ്തു എന്നും അന്ന് ബെയ്ജിങ് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ഒരു മാസത്തിന് ശേഷം ചൈന ഏകപക്ഷീയമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സൈന്യത്തെ പിൻവലിക്കുകയും യുദ്ധ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തപ്പോഴും ഇന്ത്യക്ക് ഏകദേശം 7000 സൈനികരെയും 38,000 ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ പ്രദേശം നഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് കൃത്യമായി നിർവചിക്കപ്പെടാത്ത 3440 കിലോമീറ്റർ നീളമുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖ ഇരു രാജ്യങ്ങളെയും വേർതിരിച്ചു എന്നുള്ളതാണ്. ഇത് ചില സ്ഥലങ്ങളിൽ നദികൾ, തടാകങ്ങൾ, മഞ്ഞുമൂടിയ പ്രദേശങ്ങൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 16,000 അടിയിലധികം ഉയരത്തിൽ വെച്ച് നടന്ന ഈ യുദ്ധം ചൈന വിജയിച്ച ഒരു വലിയ യുദ്ധത്തിലെ ഒരു ഭാഗം മാത്രമായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയിൽ ഇതൊരു മഹത്തായ യുദ്ധം, ഏറ്റവും മികച്ച അവസാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്ന് എന്നിങ്ങനെയൊക്കെ സ്മരിക്കപ്പെടുകയും പുസ്തകങ്ങൾക്കും സിനിമകൾക്കും പ്രചോദനമാവുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ യുദ്ധത്തെക്കുറിച്ച് ചൈന ഔദ്യോഗികമായിട്ട് കാര്യമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. തർക്കമേഖലകളിലെ എല്ലാ ഇന്ത്യൻ നിലപാടുകളും ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെട്ടതൊഴിച്ചാൽ റസാംഗ്ല യുദ്ധത്തെക്കുറിച്ച് അവർ ഒരിക്കലും അഭിപ്രായം പറഞ്ഞിട്ടില്ല. 1962 ഒക്ടോബർ മാസം 20 ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി ലഡാക്കിലും അരുണാചൽ പ്രദേശിലും അന്ന് ഒരേ സമയം ആക്രമണം ആരംഭിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അവരുടെ ഈ ആക്രമണ നീക്കം എന്ന് പറയുന്നത്. കഠിനമായിട്ടുള്ള തണുപ്പും ശ്വാസം മുട്ടിക്കുന്ന ഉയരമുള്ള മലനിരകളുമായിരുന്നു യുദ്ധഭൂമി എന്ന് പറയുന്നത്. ആധുനിക ആയുധങ്ങളുടെ കുറവും ശരിയായ ശൈത്യകാല വസ്ത്രങ്ങളുടെ അഭാവവും ഇന്ത്യൻ സൈനികരെ തീർത്തും പ്രതിസന്ധിയിലാക്കി എന്നുള്ളതാണ്. എന്നിട്ടും പലയിടങ്ങളിലും സൈനികർ വിരോചിതമായിട്ട് പൊരുതി ചൈനയോട്. ഈ യുദ്ധത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമാണ് റേസാംഗ്ല പോരാട്ടം എന്ന് പറയുന്നത്. ലഡാക്കിലെ ചുഷിൽ താഴ്വരയിൽ മേജർ ഷൈത്താൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 13ാം കുമയൂൺ റെജിമെന്റിൽ 120 സൈനികർ ആയിരക്കണക്കിന് ചൈനീസ് ഭടന്മാരെ നേരിടുന്ന ആ ഒരു യുദ്ധം. അവസാന ശ്വാസം വരെ പൊരുതിയ ആ 120 പേരിൽ 144 പേരും രക്തസാക്ഷികളായി തീർന്നു എന്നുള്ളത് അവരുടെ ധീരത ചൈനീസ് സൈന്യത്തെ പോലും ഞെട്ടിക്കുന്നതാണ് എന്നുള്ളത്. നവംബർ മാസത്തോടെ ചൈനീസ് സൈന്യം അരുണാചലിലെ പ്രധാന ഭാഗങ്ങൾ പിടിച്ചെടുത്ത് സമതലങ്ങളിലേക്ക് അടുത്തുവെങ്കിലും നവംബർ 21 ചൈന അപ്രതീക്ഷിതമായിട്ട് ഏകപക്ഷീയമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പിടിച്ചെടുത്ത പല ഭാഗങ്ങളിൽ നിന്നും അവർ പിൻവാങ്ങിയെങ്കിലും അക്സായി ചീൻ പ്രദേശം അവരുടെ അധീനതയിൽ തന്നെ നിലനിർത്തി. ഈ യുദ്ധം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏകദേശം 1383 ഇന്ത്യൻ സൈനികർക്ക് അന്ന് ജീവൻ നഷ്ടപ്പെടുകയും 1000-ലധികം പേരെ കാണാതാവുകയും ചെയ്തിരുന്നു എന്നത്. അങ്ങനെ ഒരു ധീരമായ
ഒരു ചെറുത്തുനിൽപ്പിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുള്ള ഒരു യുദ്ധമായിരുന്നു അത് എന്നതാണ്. അത് ഇവിടെ പറയാൻ കാരണങ്ങളുണ്ട് എന്നതാണ്. കാരണം ഈ ഒരു സമയം എന്ന് പറയപ്പെടുന്നത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധഭീതി, പലപ്പോഴും ഈ അതിർത്തി തർക്കങ്ങൾ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ 1962 ആ ഒരു യുദ്ധം ആര് മറന്നാലും ഇന്ത്യക്കാർ മറക്കില്ല. അതിന്റെ പരാജയം, അതിന്റെ കയ്പ് നീരൊക്കെ കുടിച്ചവർ തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാർ. പക്ഷേ ഇനിയൊരു യുദ്ധഭൂമിയായി മാറുവാൻ ഒരിക്കലും ഇന്ത്യ തയ്യാറല്ല. അത് മാത്രമല്ല, പഴയ 1962 ഇന്ത്യയല്ല ഈ ഇന്ത്യ എന്നുള്ള കാര്യം ചൈനയും മറക്കരുത്. ലോകശക്തികളോടൊപ്പം വെല്ലുവിളിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു ഇന്ത്യ, സാമ്പത്തിക ശക്തിയായി വളർന്നു മാറിയിരിക്കുന്ന ഒരു ഇന്ത്യ, ആയുധശേഷിയിൽ മറ്റുള്ളവരോടൊപ്പം കിടപിടിക്കാൻ പോകുന്ന ഒരു ഇന്ത്യ, അത്തരത്തിലേക്ക് വലിയ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് മുന്നിലേക്ക് എത്തിയ ഇന്ത്യയിലേക്ക് ഇനിയൊരു ചൈനീസ് ആക്രമണം ഉണ്ടായാൽ, പണ്ട് നിങ്ങൾ 1962 ചെന്നായ്ക്കളെ പോലെ കണ്ട സൈനികരല്ല ഇന്ത്യക്കാരെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. ഇന്ത്യയുടെ കയ്യിലെ ആയുധങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു യുദ്ധം കൂടിയാകും അങ്ങനെ ഒരു ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായാൽ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയോട് ഇപ്പോൾ കാണിക്കുന്ന സമീപനങ്ങൾ 1962 ഉള്ളതുപോലെയല്ല. കാരണം ഇന്ത്യ മാറിയിരിക്കുന്നു, ഇന്ത്യയുടെ രീതികൾ മാറിയിരിക്കുന്നു, ഇന്ത്യയുടെ സാമ്പത്തിക ശേഷി മാറിയിരിക്കുന്നു, ഇന്ത്യയുടെ ആയുധബലവും സൈനിക ബലവും മാറിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ചൈന തിരിച്ചറിയുന്നുണ്ട് എങ്കിൽ ഇനിയൊരു യുദ്ധത്തിന് എന്തായാലും അവർ കോപ്പ് കൂട്ടില്ല. അഥവാ ഉണ്ടായാൽ തിരിച്ചു പോകാൻ ചൈനക്കാരുണ്ടാകില്ല എന്നുള്ളതാണ്. ചെന്നായ്ക്കളെ പോലെ 1962 സൈനികരെ, ധീരരായിട്ടുള്ള ഇന്ത്യൻ സൈനികരെ വധിക്കുവാൻ കാണിച്ച നിങ്ങളുടെ ആ വീറുണ്ടല്ലോ, അത് പക്ഷേ ഈ 2026 നടപ്പിലാക്കിയാൽ പിന്നെ തിരിച്ചു പോകാൻ ഒരു ചൈനക്കാരനും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കും യാഥാർത്ഥ്യം.